Friends. ആകെ ഒരു മടുപ്പ് അല്ലേ തോമസേ? ആഹാ, അപ്പൊ അച്ചായനും തോന്നിയല്ലേ? ഞാൻ ഓർത്തത് എനിക്ക് മാത്രമായിരിക്കുമെന്ന്. എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി അനുഭവപ്പെടുന്നുണ്ട്. ശരിയാ, മൊത്തത്തിലൊരു മൂകത അല്ലേ അച്ചായ? അതെ. ഒരു പക്ഷേ കാരണം ഇതായിരിക്കും അച്ചായ. പെരുന്നാളിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇതുവരെ യാതൊരു പ്രോഗ്രാമും സംഘടിപ്പിച്ചിട്ടില്ലല്ലോ. ശരിയാ, ക്ലബ്ബുകാരും ഒരു ടൂർണമെന്റിന്റെ കാര്യം പോലും സംസാരിക്കുന്നില്ല. നമുക്കെന്നാൽ ഒന്ന് മുന്നിട്ടിറങ്ങിയാലോ അച്ചായ? എന്നെ ഒഴിവാക്കിയേക്ക് തോമസേ. പണ്ടത്തെ പോലൊന്നും ഓടി നടക്കാനൊന്നും വയ്യ. ഞാൻ വേണേൽ പ്രിൻസ് മോനെ വിട്ടുതരാം. എന്നാ പിന്നെ കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയാലോ? അവർക്കിതൊരു എക്സ്പീരിയൻസും ആകും. ആ, അതാലോചിക്കാവുന്ന കാര്യമാ തോമസേ. എന്നാൽ അച്ചായൻ ഈ കാര്യം അവരോട് സൗകര്യം പോലെ ഒന്ന് അവതരിപ്പിക്കണം. അവരൊരു പക്ഷേ ഇപ്പോ ഗാർഡനിൽ കാണും. എന്നാ കയ്യോടെ തന്നെ കാര്യം പറഞ്ഞാലോ അച്ചായ? വാ, ഞാനും വരാം. ഏയ്, സാരമില്ല തോമസേ. തോമസിന് ടൗണിൽ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം. എങ്കിൽ അച്ചായ ഇനി താമസിക്കണ്ട, നമുക്ക് പിരിഞ്ഞേക്കാം. ശരി, നമുക്കെന്നാൽ കാണാം. അപ്പൊ ഓക്കെ അച്ചായ. കഴിഞ്ഞ പെരുന്നാളിന്റെ പ്രോഗ്രാം ഒക്കെ എന്ത് രസമായിരുന്നല്ലേ? പ്രത്യേകിച്ചെന്റെ പാട്ട്. കർത്താവേ, തുടങ്ങി. സ്റ്റേജിൽ നിന്നും എല്ലാവരും എന്നെ എടുത്തുകൊണ്ടല്ലായിരുന്നോ മുന്നിലെ കസേരയിൽ കൊണ്ടിരുത്തിയത്? അത് നീ ഒരു പാട്ടുകൂടെ പാടാമെന്ന് പറഞ്ഞിട്ടല്ലേ? അതായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 3 മാസമാകുന്നു. എത്ര പെട്ടെന്നാ സമയം പോകുന്നത്. ശരിയാ, എന്റെ കഴിവുകൾ പുറത്തെടുക്കാത്ത ദീർഘമായ 3 മാസങ്ങൾ. അൺസഹിക്കബിൾ. ഇക്കാരണം കൊണ്ടായിരിക്കും ആരും പരിപാടി ഒന്നും സംഘടിപ്പിക്കാത്തത്. ശരിയാ, ആരെങ്കിലും എന്തെങ്കിലും സംഘടിപ്പിച്ചാൽ അവൻ അവിടെ ചാടി വീഴും എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ. പിന്നെ എന്റെ കലാപരമായ കഴിവുകൾ സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടേ? ഇവനെ ഒന്ന് സ്റ്റേ ചെയ്യാൻ ഇവിടെ ആരും ഇല്ലേ? ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഗ്രാൻഡ്പാ. ഹായ് ഗ്രാൻഡ്പാ, വാ വാ. നിങ്ങളോട് ഞാനൊരു സുപ്രധാന കാര്യം അവതരിപ്പിക്കാനാണ് വന്നത്. എന്താ ഗ്രാൻഡ്പാ? നിങ്ങൾ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതല്ലാതെ ഏതെങ്കിലും പ്രോഗ്രാം മുൻകൈയെടുത്ത് നടത്തിയിട്ടുണ്ടോ? ഇല്ല ഗ്രാൻഡ്പാ. ശരിയാണല്ലോ. ഗ്രാൻഡ്പാ, എന്താ ഈ പറഞ്ഞു വരുന്നത്? അതായത് മക്കളെ, ഒത്തിരി നാളായില്ലേ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ചിട്ട്? എന്റെ പൊന്നും കുരിശു മുത്തപ്പാ, ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് വാക്കെടുത്ത് നായിലിട്ടതേ ഉള്ളൂ. വാക്കെടുത്ത് നായിലോ? അതുപോലെ സോറി, നാക്കെടുത്ത് വായിൽ. അപ്പോ ആദം, ദേ ഇന്നത്തെ കോട്ട കഴിഞ്ഞുട്ടോ.
പറയൂ ഗ്രാൻഡ്പാ. അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം നമുക്കിതിനായി സെലക്ട് ചെയ്യാം. ഗ്രാൻഡ്പാ, നമ്മൾ എന്ത് പരിപാടികളാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെ, ആർട്സ് ആണോ സ്പോർട്സ് ആണോ അതോ കൾച്ചറൽ ആയിട്ട് എന്തെങ്കിലും ആണോ? കച്ചറ പ്രോഗ്രാം. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെയും മറ്റും പരിപാടികളല്ലേ നമ്മൾ എപ്പോഴും കാണുന്നത്. ഇത്തവണ അതിനു പകരം പുറത്തുനിന്നുള്ള ടീമിന്റെ എന്തെങ്കിലും പരിപാടി വെച്ചാലോ? അത് നന്നായിരിക്കും ഗ്രാൻഡ്പാ. ശരിയാ, കാണികൾക്കതൊരു പുതുമയുമായിരിക്കും. എന്നാൽ നിങ്ങൾ ആ രീതിയിലൊന്ന് ചിന്തിക്ക്. എന്നിട്ട് തീരുമാനം എന്നെയോ തോമസ് അങ്കിളിനെയോ അറിയിച്ചാൽ മതി. ഓക്കേ ഗ്രാൻഡ്പാ. എന്നാൽ മക്കളെ, ഗ്രാൻഡ്പ ഇറങ്ങട്ടെ. ബൈ ഗ്രാൻഡ്പാ. എന്നാലും നിങ്ങൾ എന്നെ ഗ്രാൻഡ്പയുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കിയത് മോശമായി പോയി. ശരിയാ, എല്ലാവരും കൂടെ അവനെ വെറും മണ്ടനാക്കി. മോശമായി പോയി. മതിയടാ മതി, ഇനി അതേൽ പിടിച്ചു കയറണ്ട. നീ അല്ലേ ഞങ്ങളുടെ ലീഡർ. നീ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? അതെനിക്കറിയാം സ്റ്റെഫി, അതുകൊണ്ടാ ഞാൻ ഒത്തിരി തളരാത്തത്. ദേ, വിശ്വസിച്ചു. ഗ്രാൻഡ്പ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ചർച്ച ചെയ്യണ്ടേ? പിന്നെ വേണ്ടേ? ദേ, ഫെലിക്സ് വരുന്നുണ്ട്. ആ, അവനെയും കൂട്ടാം. ആഹാ, ആരൊക്കെയായി വരുന്നത്? ഹായ് അങ്കിൾ. വാ വാ, ഇരിക്കുന്നേ. പിന്നെ വിശേഷങ്ങൾ പറ. വേറൊന്നുമല്ല അങ്കിൾ, പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന കാര്യം പറയാൻ വന്നതാ. കർത്താവേ, ഞാൻ ആ കാര്യം മറന്നു. ഞങ്ങളുടെ ഇന്നലത്തെ സംസാരം മുഴുവൻ ഇതായിരുന്നു അങ്കിൾ. മിടുക്കന്മാർ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഞങ്ങൾ റെഡിയാണ് അങ്കിൾ. കൊള്ളാം മക്കളെ, അങ്കിളിന് സന്തോഷമായി. അങ്കിൾ, ഞങ്ങൾ തുടക്കക്കാരാണ്, എല്ലാ സപ്പോർട്ടും വേണം. അത് പിന്നെ പറയാനുണ്ടോ? ആദ്യത്തെ 1-2 തവണയെ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂ. പിന്നെ എല്ലാം തനിയെ നടത്താനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് തനിയെ വരും. എങ്കിൽ ശരി അങ്കിൾ, ഞങ്ങൾ ഇക്കാര്യം അറിയിക്കാനാ വന്നത്. ശരി മക്കളെ, കാണാം. ബൈ അങ്കിൾ. പ്രിൻസേ, ഗ്രാൻഡ്പ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങി നിൽക്കുവാണോ? ഞാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ഗ്രാൻഡ്പ കാറുമായി എങ്ങോട്ടോ പോയി അങ്കിൾ. ഇത്ര രാവിലെ ഇത് എവിടെ പോയത്? സോറി അങ്കിൾ, അക്കാര്യം ഞാൻ അന്വേഷിച്ചില്ല. ആ, അത് സാരമില്ല മോനെ. ഇന്നലെ വിളിച്ചപ്പോൾ രാവിലെ കാണാമെന്ന് പറഞ്ഞ ഫോൺ വെച്ചത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുമായിരിക്കും. എന്നാൽ ശരി, മക്കൾ ഇറങ്ങിക്കോ. ശരി അങ്കിൾ.
ഇക്കാര്യം ഗ്രാൻഡ്പയോടും പറഞ്ഞേക്കണേ അങ്കിൾ. ആ കാര്യം അങ്കിൾ ഏറ്റു. അച്ചായ വന്നോ? ആ, തോമസ് വന്നിട്ട് അധികം നേരമായോ? ആ, അല്പനേരമായി അച്ചായ. എനിക്ക് രാവിലെ തന്നെ ചെറിയൊരു യാത്രയുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് കണ്ടപ്പോ പ്രിൻസ് പറഞ്ഞായിരുന്നു അച്ചായ. അപ്പോ പ്രിൻസ് ഇവിടെ വന്നിരുന്നോ? അവരെല്ലാവരും കൂടി അച്ചായ വന്നത്. ആഹാ, ആണോ? താമസിച്ചു വന്നതുകൊണ്ട് ഇന്നലെ രാത്രിയും നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഇന്ന് രാവിലെയും മോനെ കാണാൻ പറ്റിയില്ല. അവർ നമ്മൾ സൂചിപ്പിച്ചിരുന്ന കാര്യത്തെപ്പറ്റി പറയാനാ വന്നത്. ആഹാ, എന്നിട്ട് എന്തായി? നമ്മുടെ ചെറിയൊരു സപ്പോർട്ട് മതി, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളാമെന്നാ പറഞ്ഞത്. കർത്താവേ, നന്ദി. ഇതെന്തായാലും ഒരു നല്ല തുടക്കമാവട്ടെ. അതെ അച്ചായ. ഇനിയിപ്പോ കുട്ടികളെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. അതെന്താ? അവരെന്തൊക്കെയോ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാ. ഇന്നലെ അപ്പച്ചൻ ഇതേ പറ്റി എന്നോട് സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയൊക്കെ ആകുമോ എന്തോ. ഇത്രയും നാൾ ആരെങ്കിലും സംഘടിപ്പിച്ച പരിപാടികളിൽ ഇവർ പങ്കെടുത്തിട്ടല്ലേ ഉള്ളൂ. ഇനി പരിപാടികൾ സംഘടിപ്പിക്കാൻ കൂടി അവര് പഠിക്കട്ടെ. കൊച്ചു കുട്ടികളാണ് നടത്തുന്നതെന്ന് അറിഞ്ഞാൽ സഹായിക്കാനും ഒത്തിരി പേരെത്തും. അതെ മോളെ, കൊച്ചു സംഘാടകരെല്ലാം ഇപ്പോ ഗാർഡനിലായിരിക്കും അല്ലേ അമ്മച്ചി? അതെ അതെ. അതാരാ? മോൻ വന്നോ? ഗ്രാൻഡ്പ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് തീരുമാനിച്ചു പ്രിൻസേ? അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു മമ്മി. ഡേറ്റ് ഫിക്സ് ആയോ മോനെ? ഇല്ല മമ്മി, അതിനൊക്കെ അല്പം കൂടി സമയം വേണ്ടി വന്നേക്കും. മോൻ ഏതായാലും ഇരിക്കെ, മമ്മി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി മമ്മി. അടുത്ത പ്രോഗ്രാം നമ്മുടെ കുട്ടികളെല്ലാം ചേർന്നാണല്ലേ നടത്തുന്നത്? അതെ. അവരെ കൊണ്ട് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമോ? പ്രായത്തിലല്ലല്ലോ കാര്യം, അത് ചെയ്യുന്നതിലുള്ള കഴിവിലല്ലേ കാര്യം. അതെ, എന്നാലും കുട്ടികൾ തനിച്ച് അവരെല്ലാം പഠിക്കട്ടെ, എല്ലാം ചെയ്ത് നല്ല വശമാവട്ടെ. നമ്മളപ്പോൾ ശരിക്കും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അല്ലേ? അതെ. എനിക്കെന്തോ ഒരു ഭയം പോലെ. എനിക്കും ചെറിയൊരു ഭയം ഇല്ലാതില്ല. എനിക്ക് ഇന്നലെ വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയപ്പോ. അല്ല, പ്രിൻസിന് പേടിയൊന്നും തോന്നുന്നില്ലേ? ഓരോന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട്. ഇതിപ്പോ എന്താ ചെയ്യുക? കേറി ഏൽക്കുകയും ചെയ്തല്ലോ. ശരിയാ, ഇനി ഇല്ലെന്നെങ്ങാനും പറഞ്ഞ ആകെ നാണക്കേടാകും. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എന്റെ കർത്താവേ, ഒരു മാർഗം കാട്ടിത്തരണേ.
അപ്പോ അച്ചായൻ ഇന്നും പ്രിൻസിനെ കണ്ടില്ലേ? ഇന്ന് താമസിച്ചെണീറ്റത് ഞാനാ. അപ്പോഴേക്കും പ്രിൻസ് ഗാർഡനിലേക്ക് പോയിരുന്നു. അവര് സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് അടുത്ത കാര്യങ്ങളങ്ങ് നീക്കിയാലോ? അങ്ങനല്ല തോമസേ, നമുക്ക് ഈ കാര്യം ഔദ്യോഗികമായി ഒന്ന് അന്വേഷിക്കണ്ടേ? അങ്ങനാണേൽ നമുക്ക് ഗാർഡനിലേക്ക് പോകാം. അവരവിടെ ഉണ്ടായിരിക്കുമെന്നല്ലേ അച്ചായൻ പറഞ്ഞത്? എങ്കിൽ വാ, നമുക്ക് അങ്ങോട്ടേക്ക് യാത്രയാവാം. സോറി ഗ്രാൻഡ്പാ. സോറി തോമസ് അങ്കിൾ. നിങ്ങൾ വിഷമിക്കാതെ. അതെ, ഇതിനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? ഞങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഗ്രാൻഡ്പാ. അതെ ഗ്രാൻഡ്പാ, ഇന്നലെ എനിക്ക് നേരെ ഒന്ന് ഉറങ്ങാൻ പോലും സാധിച്ചില്ല. അതായത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് സംശയം. അതെ ഗ്രാൻഡ്പാ. ഇത്രയും മിടുക്കനായ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ലെന്നോ? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇത്രയും സമർത്ഥരായി നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട് അല്ലേ? അതങ്കിളെ, ദേ, നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. എന്നിട്ട് ഈ തീരുമാനം മാറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഒരിക്കൽ ഒരു രാജാവ് തന്റെ പ്രജകളുടെ കഴിവ് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം പല പല വഴികൾ അന്വേഷിച്ചു. ഒത്തിരിയധികം ആലോചനകൾക്ക് ശേഷം അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. അദ്ദേഹം വേഷപ്രച്ഛന്നനായി തന്റെ രാജ്യത്തിലെ പ്രധാന വഴിത്താരയിലേക്ക് യാത്രയായി. ശേഷം തിരക്കൊഴിഞ്ഞ സമയം നോക്കി വഴിയുടെ ഒത്ത നടുക്കായി ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. എന്നിട്ട് രാജാവ് ആരാണ് അതെടുത്തു മാറ്റുക എന്നറിയാനായി ഒളിച്ചിരുന്നു. ക്രമേണ ആളുകൾ വന്നു ചേരുവാൻ ആരംഭിച്ചു. ഈ നാളുകൾ അത്രയും അവിടെ കണ്ടിട്ടില്ലാത്ത ആ കല്ല് കണ്ട് പലരും വിസ്മയിച്ചു. ഉദാസീനരായി വഴിമാറിപ്പോകുന്ന യാത്രക്കാരെയാണ് ഒളിച്ചിരുന്ന രാജാവിന് കാണുവാൻ സാധിച്ചത്. അദ്ദേഹം സശ്രദ്ധം കാര്യങ്ങൾ വീക്ഷിച്ചു. തുടർന്ന് ആരോഗ്യ ദൃഢഗാത്രനായ ഒരുവൻ വന്നു ചേർന്നു. അയാൾ ആ പാറയിലേക്ക് നോക്കി നിന്നു. തന്നെ കൊണ്ട് ഈ കല്ല് മാറ്റുവാനാവില്ലെന്ന് അയാളുടെ മുഖഭാവം രാജാവിന് മനസ്സിലാക്കി കൊടുത്തു. ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാതെ അയാൾ അവിടെ നിന്നും പിൻവാങ്ങി. തുടർന്ന് ഇപ്രകാരം സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ പരിശ്രമിക്കുവാനുള്ള മനസ്സുപോലും കാണിക്കാതെ പിന്തിരിഞ്ഞ ആളുകളെ ധാരാളം രാജാവ് കണ്ടു. ഒടുവിൽ ഒരു സാധു കർഷകൻ ആ വഴി വന്നു.
അയാളുടെ ദൃഷ്ടി ആ കല്ലിലുടക്കി. രാജാവ് കൂടുതലായൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഈ കല്ലിന്റെ സ്ഥാനം അസ്ഥാനത്താണെന്നും അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നും കരുതി ആ കർഷകൻ വളരെ പണിപ്പെട്ട് കല്ലുരുട്ടി മാറ്റി. ആ കാഴ്ച കണ്ട് അയാൾ സ്തബ്ധനായി. കല്ലിനു താഴെയായി കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ. തുടർന്നെത്തിയ രാജാവ് അയാളെ കാര്യങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ തന്റെ കഴിവിൽ വിശ്വാസവും നല്ല ചിന്താശക്തിയുമുള്ള ആ കർഷകനെ സ്വർണ്ണ നാണയങ്ങളെല്ലാം തന്നെ ഏൽപ്പിച്ചുകൊണ്ട് രാജാവ് യാത്രയായി. ശരിയാ ഗ്രാൻഡ്പാ, ഞങ്ങൾ ഞങ്ങളെ തന്നെ അവിശ്വസിച്ചു. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം ഞങ്ങൾക്കിപ്പോ തിരിച്ചു കിട്ടി ഗ്രാൻഡ്പാ. ഇനി ഇത് ഞങ്ങൾ തന്നെ ചെയ്തോളാം ഗ്രാൻഡ്പാ. ഇതൊരു പ്രതീകാത്മകമായ കഥയായിരുന്നു മക്കളെ. വിശ്വാസത്തോടെ നാം ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ ആ കാര്യത്തിന് നമ്മുടെ മേലും വിശ്വാസമുണ്ടാകും. നമുക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രാർത്ഥിക്കാം.